ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വ്ളോഗ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സദ്യയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ആ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇത്രയും ലേറ്റായിപ്പോയി, വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ വൈകിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് കേട്ടോ ഇങ്ങനെ സദ്യ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അതുവരെ ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനിയന് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവന് ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അവിട്ട ദിനത്തിലാണ് കേട്ടോ ഈ ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിടിച്ചിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സമയം തൊട്ടൊന്ന് വ്ളോഗും ചെയ്യാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. മോന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ ഷീറ്റിലേക്ക് കിടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് കിടത്തി തിരിഞ്ഞപ്പോഴത്തേക്കും കവലിൽ ഇപ്പം. അപ്പോൾ അവനെ മറിഞ്ഞിട്ട് നിലത്തെത്തിയിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ നാത്തൂനാണ് കടി ഉണ്ടാക്കുന്നത്. ഓട്ടടയാണ് കേട്ടോ. ഓട്ടടയും പിന്നെ പച്ചക്കറി സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉമ്മ സദ്യക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയിലൊക്കെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് അടുക്കളയിൽ വരുമ്പോഴാണ് അറിയണത് സദ്യയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ കടിയൊക്കെ ഏകദേശം ആയ സമയം നോക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് അനിയന് മോനെ തലയിൽ വെച്ചിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെക്കുന്നത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ മോള് താഴെ വെച്ചിട്ട് ഇതുപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് അത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിടക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. കുറച്ച് നേരെ കിടക്കുള്ളൂ, അത് കഴിഞ്ഞാൽ കരച്ചിൽ തുടങ്ങും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കണം. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പരിപാടി അവനെ എടുക്കലും അവനെ നോക്കലും തന്നെ ആവും. ഇപ്പം ഞാൻ അനിയനെ ഏൽപ്പിച്ചിട്ട് അവന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇമ്മ ഇവിടെ ആ ഒരു സമയം കൊണ്ട് തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മസാല കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് ഉമ്മ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലക്ഷ്യമാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ. അടുക്കളയിൽ വന്നപ്പം സാമ്പാറും ഉമ്മ കടുക് വറുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 ഉപ്പേരികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കി. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ അവിയലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് പായസം ഉണ്ടാക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പായസം റെഡിയാക്കുകയാണ്. അടപ്രഥമനാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പം ഇവിടെ ആദ്യം അട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. 2 തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ അട വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് തന്നെ ഉമ്മ ഇവിടെ ഉപ്പേരിക്കും വെച്ചിട്ടുണ്ട്. അതിനിടയിൽ പാലും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ആദ്യം അണ്ടിമുന്തിരിയൊക്കെ വറുത്തെടുത്തതിന് ശേഷം ശർക്കരപ്പാനിയിലാണ് കേട്ടോ പായസം റെഡിയാക്കുന്നത്. ഈ ഒരു സമയത്ത് ഉമ്മ ഇവിടെ പപ്പടം പൊരിക്കലും ബാക്കിയുള്ള സദ്യക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. നാത്തൂന് റഹിയാണ് കേട്ടോ പേര്. അവൾ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പായസത്തിൻ്റെ തിരക്കിലുമാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിവിടെ പായസം അടുപ്പിലോട്ട് മാറ്റിയിട്ടുമുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഒരിക്കൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പായസമൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞ് അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. മോന് അതിനിടയിൽ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുവരികയാണ്.
അപ്പോൾ ഇത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസം, ചോറ്, കൂട്ടാനുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ അലക്കൽ നടക്കുന്നുണ്ട് കേട്ടോ. അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സദ്യ ഐറ്റംസ് മൊത്തമായിട്ട് ഇലയിലൊന്ന് വിളമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇല എടുത്തിട്ട് അതിലൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ സദ്യയൊക്കെ ഇവിടെ അതാ അടിപൊളിയായിട്ട് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടാനുകളും കറിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇലയിലേക്കൊന്ന് വിളമ്പിയെടുക്കുകയാണ്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. 2 അനിയന്മാരും ഉണ്ട്, ഉമ്മയും ഞാനും എല്ലാവരും കൂടിയാണ് കേട്ടോ വിളമ്പിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ചെറിയ അനിയന്. അപ്പം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. ഇപ്പോൾ പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നാത്തൂന്. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. ഉപ്പേരികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പപ്പടത്തിൽ പായസം ഒഴിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരും നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് ഉണ്ടാവില്ല എഴുതിയിട്ട് അതുവരെ ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ എല്ലാവരും സദ്യയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.